ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്ന പലർക്കും അക്കൗണ്ടിൽ അപ്രതീക്ഷിതമായിട്ട് കുറച്ച് പണം ക്രെഡിറ്റ് ആയിട്ടുണ്ടാകും. 300 രൂപ, 3000 രൂപ, അങ്ങനെ 10,000 രൂപ വരെയൊക്കെ ക്രെഡിറ്റ് ആയവരുണ്ട്. അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് റീഫണ്ട് എന്ന രീതിയിലാണ് ഈ ഒരു പണം വന്നിരിക്കുന്നത്. പലരും അക്കൗണ്ടിലേക്ക് ഇത്തരത്തിൽ പണം വന്ന ഉടനെ വേറെ അക്കൗണ്ടിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് മാറ്റിയവരുണ്ട്. കാരണം അതിന് ഇപ്പോൾ അവർ അബദ്ധത്തിൽ ഇട്ടതാണെങ്കിലോ അല്ലെങ്കിൽ വന്ന പണം വേറെ എന്തെങ്കിലും സർവീസ് ചാർജ് എന്ന രീതിയിൽ എടുത്താലോ എന്നൊക്കെ കരുതി വേറെ അക്കൗണ്ടിലേക്കൊക്കെ മാറ്റിയവരുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ നമുക്ക് അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് റീഫണ്ട് എന്ന രീതിയിൽ പണം ക്രെഡിറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫെഡറൽ ബാങ്കിലുള്ളൊരു സർവീസ് ചാർജാണ് അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ്. നമുക്ക് ക്വാർട്ടറിൽ ഇത്ര നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ മാത്രമേ നമുക്ക് സൗജന്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൊരു കണ്ടീഷൻ ഫെഡറൽ ബാങ്കിൽ വരുന്നുണ്ട്. അത് അക്കൗണ്ട് വേരിയൻ്റ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ആ ഒരു നമ്പർ ഓഫ് ഫ്രീ ട്രാൻസാക്ഷൻ ലിമിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്നും ഈടാക്കുന്ന ഒരു സർവീസ് ചാർജാണ് ഈ ഒരു അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ്. ഡെബിറ്റ് ട്രാൻസാക്ഷൻ ആണ് ഇത്തരത്തിൽ അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് ഈടാക്കാനുള്ള നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ എന്ന ആ ഒരു രീതിയിൽ കൺസിഡർ ചെയ്തിരുന്നത്. മുൻപ് UPI ട്രാൻസാക്ഷനും ഇത്തരത്തിൽ കൺസിഡർ ചെയ്തിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ നടത്തുന്ന UPI ട്രാൻസാക്ഷനും ഈ നമുക്ക് 3 മാസത്തിൽ നടത്താൻ സാധിക്കുന്ന സൗജന്യ ട്രാൻസാക്ഷൻ നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ എന്ന രീതിയിൽ കൺസിഡർ ചെയ്തിരുന്നു. UPI നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡിജിറ്റൽ പേയ്മെന്റ് മെത്തേഡാണ്. അപ്പോൾ വളരെ വേഗത്തിൽ തന്നെ 3 മാസത്തിനുള്ളിൽ ഇത്തരത്തിൽ നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്ന നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ലിമിറ്റ് എക്സീഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ പലർക്കും ഇത്തരത്തിൽ അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് എന്ന രീതിയിലുള്ള സർവീസ് ചാർജ് നൽകേണ്ടതായിട്ട് വന്നിരുന്നു. എന്നാൽ ഈയിടെ RBIയുടെ പുതിയ ഒരു നിർദ്ദേശം അനുസരിച്ച് UPI ട്രാൻസാക്ഷൻ ബാങ്കിങ് ട്രാൻസാക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യാനായിട്ട് പാടില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ UPI ട്രാൻസാക്ഷൻ്റെ പേരിൽ ഏതെങ്കിലും ബാങ്കുകൾ സർവീസ് ചാർജ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ തിരികെ നൽകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഫെഡറൽ ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകൾ അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് റീഫണ്ട് എന്ന രീതിയിലേക്ക് പല പേരിൽ നമുക്ക് ചെറിയ എമൗണ്ടൊക്കെ ഇപ്പോൾ റീഫണ്ടായിട്ട് നൽകിയിരുന്നത്. ഈ ഒരു പണം വെറുതെ ഒന്നും തരുന്നതല്ല, മുൻപ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഈടാക്കിയിട്ടുള്ള സർവീസ് ചാർജാണ് ഇപ്പോൾ റീഫണ്ടായിട്ട് നൽകുന്നത്. നിങ്ങളുടെ പണം തന്നെയാണ്. എന്തുകൊണ്ട് ഫെഡറൽ ബാങ്കിൽ മാത്രം ഈ രീതിയിൽ ഇപ്പോൾ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള തുക റീഫണ്ടായിട്ട് കിട്ടുന്നത്? ഫെഡറൽ ബാങ്കിലാണ് അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് എന്ന് പറഞ്ഞൊരു ചാർജ് ഈടാക്കി കാണുന്നത്. മറ്റു ബാങ്കുകളൊന്നും അത്തരത്തിലുള്ള ഒരു ചാർജ് ഈടാക്കി കാണുന്നില്ല. മറ്റു ബാങ്കുകളും ഒരു പക്ഷേ UPI ട്രാൻസാക്ഷൻ കൗണ്ട് ചെയ്തുകൊണ്ട് എന്തെങ്കിലും തരത്തിലുള്ള സർവീസ് ചാർജുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് അവർ റീഫണ്ടായിട്ട് നൽകണം. ഇപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ കേസിൽ ഈ പറഞ്ഞ രീതിയിൽ അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് ഈടാക്കാനായിട്ട് UPI ട്രാൻസാക്ഷനും കൗണ്ട് ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഫെഡറൽ ബാങ്കിൻ്റെ കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പലർക്കും ഈ രീതിയിൽ ഇപ്പോൾ റീഫണ്ട് കിട്ടിയിരിക്കുന്നത്. മറ്റു ബാങ്കുകളും ഈ രീതിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീഫണ്ട് കിട്ടും. ഇപ്പോൾ കഴിഞ്ഞ ജനുവരി 31 മുതലാണ് ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് ഈ റീഫണ്ട് തുക വരാനായിട്ട് തുടങ്ങിയത്. എനിക്കും കിട്ടിയ റീഫണ്ട് എനിക്ക് 86 രൂപയാണ് റീഫണ്ടായിട്ട് കിട്ടിയത്. വലിയ തുകയൊന്നും അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് എന്ന രീതിയിൽ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടില്ലായിരുന്നു. ഈ ഇട എന്തോ ആണോ 86 രൂപ എൻ്റെ കയ്യിൽ നിന്നും എടുത്തത്. അപ്പോൾ അതെനിക്കിപ്പോൾ റീഫണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഫെഡറൽ ബാങ്കിൻ്റെ കസ്റ്റമർ ആണെങ്കിൽ എത്ര രൂപ നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ മറ്റേതെങ്കിലും ബാങ്ക് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്കും റീഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഏതൊക്കെ ബാങ്കിൽ ഇത്തരത്തിൽ ഇപ്പോൾ റീഫണ്ട് വന്നിട്ടുണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കും. കൂടുതലായിട്ടും ഫെഡറൽ ബാങ്കിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ റീഫണ്ടായിട്ട് പണം നൽകിയിരിക്കുന്നത്. നമുക്ക് ഫെഡറൽ ബാങ്കിൽ ഇപ്പോൾ നിലവിലുള്ള അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് എന്ന് പറയുന്ന സർവീസ് ചാർജ് നോക്കിക്കഴിഞ്ഞാൽ അക്കൗണ്ട് വേരിയൻ്റ് അനുസരിച്ച് നമുക്ക് 3 മാസത്തിൽ നടത്താൻ സാധിക്കുന്ന നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ഒരു ലിമിറ്റ് വരുന്നുണ്ട്. ലിമിറ്റ് ഈ കാണുന്നതാണ്. ഫ്രീഡം SBI അക്കൗണ്ട് ആണെങ്കിൽ 50 ട്രാൻസാക്ഷനാണ് നമുക്ക് ക്വാർട്ടർലി ഫ്രീ ആയിട്ടുള്ളത്. ക്ലബ് അക്കൗണ്ട് ആണെങ്കിൽ 50, ഡിലൈറ്റ്, പ്രൈഡ്, SB റൂറൽ, SB സെമി അർബൻ, SB അർബൻ, SB മെട്രോ, പിന്നെ SB നോ ചെക്ക്, SB ഫ്ലെക്സി, SB സാലറി സേവിങ്സ്, SB യുവമിത്ര സ്റ്റുഡൻസ്, SB യുവമിത്ര യൂത്ത്, പിന്നെ SB മഹിളാ മിത്ര എന്നീ അക്കൗണ്ട് വേരിയൻറ്റിൽ നമുക്ക് ക്വാർട്ടർലി 50 ട്രാൻസാക്ഷനാണ് സൗജന്യമായിട്ട് വരുന്നത്. പിന്നെ SB പ്ലസ് ആണെങ്കിൽ 100, SB വിസ ഗോൾഡ് ആണെങ്കിൽ 100, SB പ്രിവിലേജ് റൂറൽ സെമി അർബൻ ഏരിയ അക്കൗണ്ട് ആണെങ്കിൽ 150, SB പ്രിവിലേജ് അർബൻ മെട്രോ ഏരിയ അക്കൗണ്ട് ആണെങ്കിൽ 150. സേവിങ്സ് അക്കൗണ്ടിൻ്റെ കേസിൽ ക്വാർട്ടർലി ബേസിലാണ് ഈ ഒരു ഫ്രീ ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ അത് മന്ത്ലി ബേസിലാണ്. മന്ത്ലിയാണ് ഫ്രീ ലിമിറ്റ് വരുന്നത്. NRO 100 കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ 500, പിന്നെ ഫെഡറേഡ് അക്കൗണ്ട് ആണെങ്കിൽ 150, ഫെഡറേഡ് 15 കാറ്റഗറി അക്കൗണ്ട് ആണെങ്കിൽ 100, പിന്നെ CA പ്രിവിലേജ് കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ 100, CC ASC അക്കൗണ്ട് ആണെങ്കിൽ 50, പിന്നെ CC അതർ പ്രയോറിറ്റി സെക്ടർ അക്കൗണ്ട് ആണെങ്കിൽ 150, CC നോൺ പ്രയോറിറ്റി സെക്ടർ 150, CC വാണിജ്യ ലോൺ CC പാരാമീറ്ററൈസ്ഡ് കാറ്റഗറി ആണെങ്കിൽ 150 ട്രാൻസാക്ഷനാണ് സൗജന്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പോൾ ഇതാണ് ഫെഡറൽ ബാങ്കിൻ്റെ അക്കൗണ്ട് വേരിയൻ്റ് അനുസരിച്ചുള്ള ഫ്രീ ലിമിറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ സർവീസ് ചാർജ് ഈടാക്കും. ഓരോ 50 ട്രാൻസാക്ഷനും 60 രൂപ പ്ലസ് GST ആണ് അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജ് എന്ന രീതിയിൽ ഈടാക്കിയിരുന്നത്. ഈ ഒരു ട്രാൻസാക്ഷനിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ കൗണ്ട് ചെയ്യുകയില്ല, ഡെബിറ്റ് ട്രാൻസാക്ഷൻ മാത്രമാണ് കൗണ്ട് ചെയ്യുക. ഡെബിറ്റ് ട്രാൻസാക്ഷനിൽ NEFT അതുപോലെ തന്നെ RTGS പിന്നെ UPI ട്രാൻസാക്ഷൻ കൗണ്ട് ചെയ്യുകയില്ല. മുൻപ് UPI ട്രാൻസാക്ഷനും കൗണ്ട് ചെയ്തിരുന്നു ഈ ഒരു നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ എന്ന രീതിയിൽ. അതുകൊണ്ടാണ് പലർക്കും അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജായിട്ട് വലിയൊരു എമൗണ്ട് നൽകേണ്ടതായിട്ട് വന്നിരുന്നത്. അങ്ങനെ എടുത്ത ചാർജാണ് ഇപ്പോൾ നിലവിൽ റീഫണ്ടായിട്ട് നൽകുന്നത്. ഇനി മുതൽ UPI ട്രാൻസാക്ഷൻ ആണെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജിന് കൺസിഡർ ചെയ്യുന്ന നമ്പർ ഓഫ്
ഫ്രീ ട്രാൻസാക്ഷൻ എന്ന ലിമിറ്റിൽ കൗണ്ട് ചെയ്യുകയില്ല. എന്തായാലും RBIയുടെ പുതിയ നിർദ്ദേശം വളരെ സ്വീകാര്യമാണ്. UPI ട്രാൻസാക്ഷൻ ബാങ്കിങ് ട്രാൻസാക്ഷൻ ആയിട്ട് കൗണ്ട് ചെയ്യുകയില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ സർവീസ് ചാർജ് ഒന്നും ബാങ്ക് എടുക്കുകയില്ല. UPI കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ UPIയുടെ പേരിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സർവീസ് ചാർജ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റീഫണ്ട് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു തീരുമാനത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി